السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 95. പിന്തിച്ച് ജംആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര നിലനിൽക്കണം എന്നത്. അഥവാ ളുഹർ നിസ്കാരത്തെ ഒരാൾ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കി, അതല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കി. അങ്ങനെ ജംആക്കുമ്പോൾ ആ ജംഅ് സ്വഹീഹാകണമെങ്കിലുള്ള ഉപാധിയാണ് അസ്ർ നിസ്കാരം നിസ്കരിച്ച് തീരുന്നത് വരെ യാത്ര നിലനിൽക്കണം, ഇശാ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര നിലനിൽക്കണം. അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ അതല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ ഇടയിലോ ഇയാൾ മുസാഫിർ അല്ലാതെയായി മാറി, യാത്ര മുറിഞ്ഞുപോയി, അദ്ദേഹം എത്തിയ സ്ഥലത്ത് 3 ദിവസത്തിലധികം തങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു, അങ്ങനെ സങ്കല്പിക്കാം. അല്ലെങ്കിൽ നിരുപാധിക ദിവസങ്ങൾ തങ്ങാൻ തീരുമാനിച്ചു, യാത്ര മുറിഞ്ഞല്ലോ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജംഅ് സ്വഹീഹല്ല. അങ്ങനെ രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര നിലനിൽക്കാത്ത സന്ദർഭങ്ങളിൽ യാത്ര മുറിഞ്ഞുപോയ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ജംഅ് സ്വഹീഹല്ല എന്ന് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നിസ്കാരം ഖളാ ആയി പോകുന്നു എന്നുള്ളതാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നത് കാണും, ഔ ജമഅ തഅഖീറൻ ഫഅഖാമ ബഅദ ഫറാഗിഹിമാ ലം യുഅസ്സിർ വഇഖാമത്തുഹു ഖബ്ലഹു യജ്അലുൽ ഊലാ ഖളാഅൻ. രണ്ടാമത്തെ നിസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിനു മുമ്പ് യാത്ര മുറിഞ്ഞ് ഇദ്ദേഹം മുസാഫിറല്ലാതെ മുഖീമായി പോയാൽ ഒന്നാമത്തെ നിസ്കാരം ഖളാ ആയി പോകുന്നു. കാരണം ഒന്നാമത്തെ നിസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തതിൻ്റെ താബിഅൻ, പിന്തിച്ച് ജംആക്കുന്നിടത്ത്. അഥവാ ളുഹർ നിസ്കാരം അസറിൻ്റെ താബിഅാണ്, മഗ്രിബ് നിസ്കാരം ഇശാഇൻ്റെ താബിഅാണ്. ഈ ളുഹറിനെ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയത്, അതല്ലെങ്കിൽ മഗ്രിബ് ഇശാഇൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയത് ജംആക്കിയത് കൊണ്ടാണ്. ആ ജംആക്കാനുള്ള കാരണം ഉണ്ടായത് കൊണ്ടാണല്ലോ ജംആക്കിയത്. ആ കാരണം യാത്രയാണല്ലോ. യാത്ര എന്ന് പറയുന്ന കാരണം ഇപ്പോൾ നിലച്ചതുകൊണ്ട് ഇനി ളുഹറിനെ അസറിൻ്റെ സമയത്തോ മഗ്രിബിനെ ഇശാഇൻ്റെ സമയത്തോ നിസ്കരിക്കാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് ളുഹറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാത്തതിനാൽ, മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബ് നിസ്കരിക്കാത്തതിനാൽ ആ നിസ്കാരം ഖളാ ആയിട്ടാണ് ഉണ്ടാവുക. അത് അതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ജംആക്കുമ്പോൾ ഈ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് ഒന്നാമത്തെ നിസ്കാരം ഖളാ ആയിപ്പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ യാത്രയിൽ പിന്തിച്ച് ജംആക്കുന്നിടത്ത്
രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര തുടരണം എന്ന് പറയുമ്പോൾ ഒരാൾ മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, ഏതായാലും മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ചതാണല്ലോ, ഇശാ സുബ്ഹ് വരെ സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് നിസ്കാരത്തെ പിന്തിച്ചാൽ എന്താ സംഭവിക്കുക? വീട്ടിലെത്തുന്നതോടുകൂടെ അദ്ദേഹത്തിന് യാത്ര മുറിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് ജംആക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മഗ്‌രിബ് ഖളാ ആയി. അപ്പോൾ അങ്ങനെ യാത്രയിൽ തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ജംആക്കുമ്പോൾ നാട്ടിൻ്റെ പരിധിയിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ മഗ്‌രിബ് ഇശാ നിസ്കരിച്ചിട്ട് വേണം നാട്ടിലേക്ക് എത്താൻ. അല്ലാതിരുന്നാൽ യാത്ര മുറിഞ്ഞു പോയാൽ ആ മഗ്‌രിബ് നിസ്കാരം ഖളാ ആയിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇളവുകൾ സ്വീകരിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ അബദ്ധങ്ങൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.